അഭിലാഷം എന്ന സിനിമ കേരള രാഷ്ട്രീയത്തിലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും ഇപ്പോൾ ചലനം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിൻ്റെ നിർമ്മാതാവ് അതിൻ്റെ സംവിധാനത്തിനായിട്ട് ഒരു പരാതി കൊടുക്കുന്നു. പരാതി പോലീസ് രജിസ്റ്റർ ചെയ്യുന്നു. അന്വേഷിക്കാത്ത രജിസ്റ്റർ ചെയ്യുന്നു. പോലീസ് സംവിധായകൻ്റെ വീട്ടിൽ കയറുന്നു. വാതിൽ കുത്തിപ്പൊട്ടിക്കുന്നു. അയാളെ അറസ്റ്റ് ചെയ്യുന്നു. 24 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ വെക്കുന്നു. ഒടുവിൽ കോടതിയിൽ കൊണ്ടുപോകുന്നു. കോടതി ചോദിക്കുന്നു, ഇത്ര ധൃതി എന്താണ്? മുൻകൂർ ജാമ്യം നിലനിൽക്കെ തന്നെ എന്തിനാണ് ഇത്ര ധൃതി? ഇയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ധൃതി എന്താണ് എന്ന് ചോദിക്കുന്നു. അതിന് സമാധാനം പറയാൻ വേണ്ടി CIയെ പോലീസ് പിടിക്കുന്നു. അപ്പോൾ CI നാളെ കോടതി ഹാജരാവണം. ഈ CPMൻ്റെ പരമോന്നത നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് നിർമ്മാതാവ് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം സ്വാധീനം മൂലമാണ് ഈ സംഭവമൊക്കെ നടന്നതെന്നാണ് പറയുന്നത്. ഈ നിർമ്മാതാവ് പറയുന്നത് 1 കോടി രൂപ അധികം ചിലവാക്കി എന്നുള്ള എൻ്റെ വിശ്വാസവാഞ്ച ചെയ്യുന്ന. സാധാരണ ഈ സിനിമാ രംഗത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ തന്നെ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാറുണ്ട്. അതായത് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവാറുണ്ട്. ആ എഗ്രിമെൻറ്റിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിരിക്കും. സ്വാഭാവികമായിട്ടും പണം കൊടുക്കുന്ന രീതി മതി പറഞ്ഞിട്ടുണ്ടാകും. അതായത് പ്രീ പ്രൊഡക്ഷൻ, ഷൂട്ടിങ്, പോസ്റ്റ് പ്രൊഡക്ഷൻ, ഇങ്ങനെ രീതിയിൽ പണം ഘട്ടം ഘട്ടമായി കൊടുക്കേണ്ട അവസ്ഥയുണ്ടാവുക. അങ്ങനെ ഘട്ടം ഘട്ടമായി കൊടുക്കേണ്ട അവസ്ഥയിൽ ഏതെങ്കിലും ലംഘിച്ച് കഴിഞ്ഞാൽ അതൊക്കെ സിവിൽ മാറ്റർ മാത്രമാണ്, ക്രിമിനൽ കേസേ അല്ല. അതുപോലെ തന്നെ MOUവിൽ സാധാരണയായിട്ട് കരാർ ലംഘിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പണം എത്ര കൊടുക്കണം, ആ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ പറയേണ്ടത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാകും. സിനിമാക്ക് തമ്മിൽ തർക്കമുണ്ടായ സ്വാഭാവികമായിട്ടും ഇടപെടാറുള്ളത് അമ്മയും അതുപോലെ തന്നെ ഫെഫ്ക തുടങ്ങിയ സംഘടനകളാണ്. അപ്പോൾ അതിലൊന്നും ഇടപെട്ട് തീർന്നു എന്നാണ് സംവിധായകൻ പറയുന്നത്. എന്നിട്ട് പോലും പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുന്ന രാഷ്ട്രീയ സ്വാധീനം പോലും തന്നെയാണ്. ഈ പേയ്മെൻറ്റും അതുപോലത്തെ മറ്റു കാര്യങ്ങളൊക്കെ സംവിധാനം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. സംവിധാനൻ്റെ പണി സംവിധാനം ചെയ്യാൻ പോവുക, അയാൾ ഫീസും ആയിക്കോട്ടെ, തീർന്ന്. സാമ്പത്തിക ഇടപാടൊക്കെ നിർമ്മാതാവിൻ്റെയും അതുപോലെ പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ പണിയാണ്. അതൊന്നും സംവിധാനൻ്റെ പണിയല്ല. ഇനി മറിച്ച് നിർമ്മാതാവിൻ്റെ പൊട്ടനാണോ? കാരണം പണം കൊടുക്കുമ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും ഇത്ര പൈസ, വീണ്ടും പണം കൊടുക്കുമ്പോൾ അയാൾ അങ്ങനെ ആലോചിക്കണ്ടേ? എല്ലാം കൊടുത്തതിനാണോ ഇത് പറയുക? അധികം പൈസ കൊടുത്തത് 1-2 ഉറുപ്പ്യല്ല, ഇല്ല 1 കോടി ഉറുപ്പ്യ. ഈ 1 കോടി ഉറുപ്പ്യ ചീറ്റ് എന്ന് പറയുന്നത് അധിക ചിലവ് വരുത്തി എന്നാണ് പറയുന്നത്. ആ അധിക ചിലവ് വരുത്തണമെങ്കിൽ ഇയാൾ കൊടുക്കണ്ടേ? അപ്പോൾ കൊടുക്കുമ്പോൾ ആലോചിക്കാത്ത കാര്യം പിന്നീട് പറഞ്ഞ കാര്യമുണ്ടോ? ഇനി മാത്രം ഇതൊക്കെ സിവിൽ കേസ് മാത്രമാണ്. പോലീസ് ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ലായിരുന്നു. അത് രാഷ്ട്രീയ സ്വാധീനമാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ CPM നേതാവ് ഇങ്ങനെയൊക്കെ ഇത്ര ഇടപെട്ട് കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഉണ്ടാവുക? ഈ പാർട്ടിക്കാരെ ആരാ നന്നാക്കും? ഇനി ഇവർക്ക് വോട്ട് വേണ്ടേ? ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ മോശമാണോ ഇവർ ശ്രമിക്കുന്നത്? ഇനി 3ാം ഭരണം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ 3ാം ഭരണം വരണമെങ്കിൽ ഇവരെ കാഴ്ച എന്ത് ചെയ്യൂ?